1919 ഏപ്രിൽ 11 ഇംഗ്ലീഷ് മിഷണറി അധ്യാപികയായ മാർസെല്ല ഷെർവുഡ് അമൃത്സറിലെ ഒരു തെരുവിലൂടെ സൈക്കിളിൽ പോവുകയായിരുന്നു. അവിടെ വെച്ച് ഒരു കൂട്ടം ഇന്ത്യക്കാർ അവരെ ആക്രമിക്കുകയുണ്ടായി. അവരെ വിവസ്ത്രയാക്കുകയും അവരുടെ ബോധം പോകുന്നതുവരെ അവരെ ആക്രമിക്കുകയും ചെയ്തു. ഈ സംഭവത്തിന് 2 ദിവസങ്ങൾക്ക് ശേഷമാണ് ബ്രിഗേഡിയർ ജനറൽ റെജിനാൾഡ് ഡയർ ജലിയൻവാല ബാഗിൽ സമാധാനപരമായി ഒത്തുകൂടിയ ജനങ്ങൾക്ക് നേരെ വെടിയുതിർക്കാൻ ഉത്തരവിട്ടത്. ഡയറിന്റെ ആ ഉത്തരവിൽ മരണപ്പെട്ട ഇന്ത്യക്കാരുടെ കണക്ക് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. മാർസെല്ല ഷെർവുഡ് ആക്രമിക്കപ്പെട്ട ആ തെരുവിൽ അദ്ദേഹം ക്രോളിംഗ് ഓർഡർ കൊണ്ടുവന്നു. അതായത് ആ തെരുവ് കടന്നുപോകുന്ന പുരുഷന്മാർ കൈകാലുകൾ നിലത്ത് കുത്തി മാത്രമേ ആ തെരുവ് കടന്നു പോകാൻ പാടുള്ളൂ. അതിനൊപ്പം തന്നെ പബ്ലിക്കായി ചാട്ടവാറടി നൽകാനുള്ള തൂണുകളും സൃഷ്ടിച്ചു. ഒരുപാട് ഇന്ത്യക്കാർ ഈ ക്രൂരതയ്ക്ക് വിധേയരുമായി. ഡയറിന്റെ ഈ ക്രൂരകൃത്യത്തെ ന്യായീകരിക്കാനായി ഷെർവുഡിനെതിരെ നടന്ന ആക്രമണം ഉപയോഗിച്ച ഒത്തിരി പേർ അന്നുമുണ്ടായിരുന്നു. ജനറൽ ഡയർ തന്നെ ചോദ്യം ചെയ്യലിൽ ക്രോളിംഗ് ഓർഡർ പുറത്തിറക്കിയത് ഷെർവുഡിനുള്ള നീതികരമായ പ്രതികരണം ആണെന്നാണ് പറയുന്നത്. ബ്രിട്ടീഷ് ഹൗസ് ഓഫ് ലോർഡ്സ് ജൂലൈ 1920 വിസ്കൗണ്ട് ഫിൻലേയുടെ നേതൃത്വത്തിൽ സർക്കാർ ഡയറിനെ വിമർശിച്ചതിനെതിരായ പ്രമേയവും പാസാക്കി. ഷെർവുഡിനെതിരെ നടന്നതുപോലെയുള്ള സംഭവങ്ങൾ ശക്തമായ പ്രതികരണം ആവശ്യമാക്കിയെന്നും അവരവിടെ വാദിച്ചു. ഇംഗ്ലണ്ടിലെ കൺസർവേറ്റീവ് മാധ്യമങ്ങളും പൊതുജനങ്ങളും ഡയറിനെ അനുകൂലിക്കുകയും ചെയ്തു. അതിനൊപ്പം തന്നെ മോർണിംഗ് പോസ്റ്റ് പത്രം ദ മാൻ ഹൂ സേവ്ഡ് ഇന്ത്യ എന്ന തലക്കെട്ടിലെ ഇദ്ദേഹത്തിന് വേണ്ടി ക്യാമ്പയിനും നടത്തി. ഇതിനെല്ലാം പുറമെ ഡയർ ഡിഫൻസ് ഫണ്ട് രൂപീകരിക്കപ്പെട്ടു. റഡ്യാർഡ് കിപ്ലിംഗ് ഉൾപ്പെടെ പ്രമുഖർ ഇതിലേക്ക് സംഭാവനയും നൽകി. ഇവിടെ ഷെർവുഡിനെതിരെ നടന്ന ആക്രമണം തീർത്തും അപലപനീയമാണ്. പക്ഷേ ആ ആക്രമണത്തെ ഒരു നഗരത്തെ മുഴുവൻ കൂട്ടശിക്ഷയ്ക്ക് ഇരയാക്കാനുള്ള രാഷ്ട്രീയ ആയുധമായി ജനറൽ ഡയറിനെ പോലെയുള്ളവർ ഉപയോഗിച്ചു. അതുപോലെ തന്നെയാണ് 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രയേലിൽ നടത്തിയ ആക്രമണത്തിൽ ഒരുപാട് പേർ കൊല്ലപ്പെട്ടു. അതിനുശേഷം ഒക്ടോബർ 7 എന്നത് ഇസ്രയേൽ നേതാക്കൾ തൊട്ട് കേരളത്തിലെ യുക്തിവാദികൾ വരെ ഗാസയിൽ നടക്കുന്ന വലിയ സൈനിക നടപടികൾക്കും ബോംബ് ആക്രമണങ്ങൾക്കും സ്ഥിരം ന്യായീകരണമായി ഇന്നും ഉപയോഗിക്കുന്നു. അമൃത്സറിലെ ഷെർവുഡിനെതിരായ ആക്രമണം ഇന്ത്യക്കാരെ മുഴുവൻ കുറ്റവാളികളാക്കിയതുപോലെ ഹമാസിന്റെ പ്രവൃത്തി മുഴുവൻ പാലസ്തീനികൾക്കും മേലുള്ള കൂട്ടശിക്ഷയ്ക്കുള്ള ന്യായമായി ഇവർ കാണുന്നു. ഇവിടെ യുക്തിയുള്ള എല്ലാ മനുഷ്യർക്കും മനസ്സിലാവും മാർസെല്ല ഷെർവുഡിന് സംഭവിച്ചത് ഒരിക്കലും ജാലിയൻവാല ബാഗിനുള്ള ന്യായമല്ല എന്ന്. മറിച്ച് അത് ആ കാലത്ത് ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യക്കാരോടുണ്ടായിരുന്ന വെറുപ്പിന്റെയും വംശീയതയുടെയും അതുപോലെ തന്നെ ഇന്ത്യക്കാർ തങ്ങളെപ്പോലെ ജീവിക്കാൻ അവകാശമില്ലാത്തവരും തങ്ങളെക്കാൾ താഴ്ന്ന ജനവിഭാഗമാണെന്ന ചിന്തയിൽ നിന്നും വന്നതാണ്. പക്ഷേ പാലസ്തീൻ ജനതയുടെ കാര്യം വരുമ്പോൾ ഇവിടെ ഒക്ടോബർ 7 എന്നും പറഞ്ഞ് ന്യായീകരിക്കാൻ മുന്നിൽ നിൽക്കുന്നത് കേരളത്തിലെ യുക്തിവാദികളെന്ന് സ്വയം വിളിക്കുന്നവരാണ്. ഇത് കാണിക്കുന്നത് മറ്റൊന്നുമല്ല, ഇവർക്ക് മുസ്ലിം ജനവിഭാഗത്തോടുള്ള വെറുപ്പും ഇവരുടെ ഉള്ളിൽ കുടികൊള്ളുന്ന വംശീയതയുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവർ കൂട്ടക്കൊലകളെ ന്യായീകരിക്കാൻ മുന്നിട്ട് ഇറങ്ങുന്നത്.